ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാട്സപ്പിൽ വരാൻ പോകുന്ന ഒരു 2 അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. കിഡിലെ 2 അപ്ഡേറ്റ് ആണ്. അപ്പോൾ ആ 2 അപ്ഡേറ്റ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. വാട്സപ്പിൽ വരാൻ പോകുന്ന അപ്ഡേറ്റുകളിൽ ആദ്യത്തെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ സ്റ്റാറ്റസ് 90 സെക്കൻഡ് എന്നത്. അതായത് നമുക്കറിയുമ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാറ്റസ് ഒക്കെ വെക്കാൻ സാധിക്കുന്നതാണ് അല്ലേ. അത്തരത്തിൽ ഒരു ലോങ് വീഡിയോ നമ്മൾ സ്റ്റാറ്റസ് ആക്കി വെക്കുമ്പോൾ വീഡിയോ ഇവിടെ കാണാം 60 സെക്കൻഡ് വരെയുള്ള പോർഷൻ മാത്രമേ നമുക്ക് സ്റ്റാറ്റസ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലോങ് വീഡിയോയുടെ ഏതെങ്കിലും ഒരു 60 സെക്കൻഡ് വരെയുള്ള പോർഷൻസ് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ആക്കി മാറ്റാൻ സാധിക്കത്തുള്ളൂ അല്ലേ. എന്നാൽ ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റ് മുഖേന 60 മാറിയിട്ട് 90 സെക്കൻഡ് വരെയുള്ള പോർഷൻസ് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ആക്കി വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആണ് ഇനി വാട്സപ്പിൽ വരാൻ പോകുന്നത്. അപ്പോൾ അധികം താമസിക്കാതെ തന്നെ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ നമുക്ക് ഇനി കട്ട് ചെയ്തൊക്കെ വെക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, പ്രശ്നം, അതങ്ങ് മാറി കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇനി 90 സെക്കൻഡ് വരെയുള്ള വീഡിയോസ് സുഖമായിട്ട് തന്നെ സ്റ്റാറ്റസ് ആക്കി വെക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി വാട്സപ്പിൽ വരാൻ പോകുന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് മോഷൻ ഫോട്ടോ എന്നത്. അപ്പോൾ ഈ മോഷൻ ഫോട്ടോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അതിൽ നമുക്ക് എന്തെങ്കിലും പോർഷൻസ് ഒക്കെ ആനിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ നമ്മുടെ സ്റ്റിൽ ഫോട്ടോയെ ആനിമേറ്റ് ചെയ്തൊരു വീഡിയോ ആക്കി മാറ്റുന്നതിനെയാണ് ഈ മോഷൻ ഫോട്ടോ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് താണ്ട ഏതെങ്കിലും ആ ഒരു ഫോട്ടോയിൽ ജീവൻ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ആ ഫോട്ടോ അവിടെ ഫോട്ടോ ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അല്ല, ഏതെങ്കിലും പോർഷൻസ് ഒക്കെ നമുക്ക് ആനിമേറ്റ് ചെയ്തൊരു വീഡിയോ പോലെ ആക്കി മാറ്റണമെങ്കിൽ അതിനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള ചെറിയൊരു ആനിമേഷൻ വീഡിയോ പോലെ ചെയ്യുന്ന ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ മോഷൻ ഫോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി ഫോണുകളിലും അതുപോലെ ഗൂഗിൾ പിക്സൽ ഡിവൈസ് തുടങ്ങിയ ഫോണുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഇനി നമ്മുടെ വാട്സപ്പിലും കൊണ്ടുവരാൻ പോവുകയാണ്. അതുപോലെ ആപ്പിള് ഇതേ സെയിം ഫീച്ചർ ഓഫർ ചെയ്യുന്നുണ്ട്. അതിനെയാണ് അവർ ലൈവ് ഫോട്ടോ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് മോഷൻ പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചർ ആണ് ഇനി വാട്സപ്പ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചർ കിട്ടുക എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റിൽ ഫോട്ടോസിൽ എന്തെങ്കിലും ചെറിയൊരു മോഷൻസ് വരുത്തിയിട്ട് അതൊരു ചെറിയ വീഡിയോ പോലെ ആക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് മോഷൻ പിക്ചേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആണ് ഇനി വാട്സപ്പ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പം നല്ലൊരു അപ്ഡേറ്റ് ആണ്, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ അധികം താമസിക്കാതെ തന്നെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കണ്ട 2 അപ്ഡേറ്റുകളും ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കണ്ട 2 അപ്ഡേറ്റുകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.